കാര്യങ്ങളൊക്കെ തിരുമുഖം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോ നമുക്ക് നല്ലൊരു ദിവസം നോക്കി അതങ്ങ് നടത്താം. അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞങ്ങൾ വന്നത്. എന്റെ മകനായത് കൊണ്ട് പറയുകയല്ല, ഇക്കാലത്ത് ഇങ്ങനെ ഒരു മരുമകനെ കിട്ടിയതിൽ അങ്ങ് ദൈവത്തിനോട് നന്ദി പറയണം. സ്ത്രീധനമായിട്ട് അല്ല, അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും. എന്നാ സ്ത്രീധനമാ? അവിടുന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുള്ളൂ ഇവിടെ കഴിയാൻ? അല്ല, അവിടെ ഉള്ളത് മുഴുവൻ ശിവപ്രിയ കുഞ്ഞിനുള്ളതാണല്ലോ. അല്ല, ഈ മുറികളൊക്കെ എന്താണാവോ അടച്ചിട്ടിരിക്കുന്നത്? അവൾ സുബ്ബലക്ഷ്മി, എന്റെ കുടുംബത്തിക്ക് വിളക്ക്. അവൾ പോയ ശേഷം ഞാൻ ഒരു മുറിയും തുറക്കാറില്ല. ഓരോ മുറി തുറക്കുമ്പോഴും എൻ സുപ്പുവിന്റെ ഓർമ്മ എനിക്ക് താങ്ങ മുടിയാതെ. ഇവനാണെങ്കിൽ എപ്പോഴും തൂറും. അയ്യേ, ടൂർ സഞ്ചാരം. ഓ അങ്ങനെ. ഇനി ഈ വീട്ടിലേക്ക് അവൾ ഒരു ലക്ഷ്മി വന്നല്ലാതെ ഞാൻ ഒരു മുറിയും തുറക്ക മാട്ടെ. യാരും അത് കണ്ട് നിർബന്ധിക്കവും കൂടാതെ തുറക്ക മാട്ടെ. വേണ്ട വേണ്ട, സങ്കടപ്പെടണ്ട. എല്ലാത്തിനും ഇനി സമയമുണ്ടല്ലോ. എന്നാ നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കാം. അല്ല സ്വാമി, ഈ വീടിന്റെ കൂടെ എന്തുമാത്രം സ്ഥലമുണ്ട്? മെയിൻ റോഡ് ചേർത്ത് 10 ഏക്കർ. 10 ഏക്കറോ? എന്നാ ഞങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. പോയിട്ട് വാ. കാലയിലെ ഇഡ്ലി സാമ്പാറിലെ പല്ലി വിളുന്നു പോച്ച്. വളരെ ഉപകാരം ചേട്ടാ. 100 രൂപയെ? പിന്നെ എത്ര രൂപ വേണം? എന്ത് റിസ്ക് എടുത്താണ് ഞാൻ തുറന്നു തന്നത്? എന്റെ പണിയോന്ന് പ്രശ്ന. അതെ, കത്തി കുറച്ച് താഴ്ന്നു കരുതി കൂടുതൽ താഴ്ത്തി കയറ്റി കളയരുത്. 500 രൂപ തരാൻ പറ്റുമോ? ഇല്ല, ഞാൻ ഇതൊക്കെ ഇപ്പൊ കലക്കും. നില നീ 100 രൂപ ഇങ്ങോട്ട്. 120 രൂപ ഉണ്ട്. ബാക്കി അവര് പോയി കഴിഞ്ഞാൽ ഉടൻ തരാം. ഞങ്ങളെ കൊട്ടാരമല്ലേ കൊട്ടാരം. നല്ല തങ്കം പോലത്തെ ഒരു അമ്മാവൻ. എനിക്കങ്ങ് തൃപ്തിയായി. ഒടുവിൽ മോള് വിചാരിച്ചതുപോലെ മോളുടെ സ്വപ്നത്തിലെ രാജകുമാരനെ തന്നെ കിട്ടിയില്ലേ? വരുന്ന ചൈത്ര പൗർണമിക്ക് ശിവപ്രിയ കുഞ്ഞിന്റെ കല്യാണം. ഇതാ ചെല്ലുമോളെ. പതുക്കെ. ചെല്ലുമോളെ. അവളിപ്പോ കുപ്പി ഗ്ലാസ്സില് പാലും പിടിച്ചോണ്ട് മുറിയിലേക്ക് മന്ദം പോവായിരിക്കും. മുറിയിലേക്ക് കയറാൻ അവളെന്താ റൂം പോയാ? അവൾ അകത്തേക്ക് കയറുന്നു, അവൻ വേഷം അഴിക്കുന്നു. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. മറ്റേ വേഷം അഴിക്കലല്ല, പാല് വിക്രമന്റെ വേഷം അഴിക്കുന്നു, ലാടന്റെ വേഷം കെട്ടുന്നു. കോപിഷ്ടായ മണവാട്ടി ലാടന്റെ ലലാലളം മർമ്മ ഓട്ട ചവിട്ടി. അയ്യോ, സമയം ഉറങ്ങിപ്പോയി. സോറി, എന്താ ഇത്ര താമസിച്ചത്? കാര്യം കഴിഞ്ഞ് പോവാനും സമ്മതിക്കില്ലേ? സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ കാശ് കുട്ടി തരുമോ അതോ അവര് തരുമോ? എന്താ നല്ല സ്വപ്നവും കണ്ടോ? എല്ലാവരും സ്വപ്നം പോലാണല്ലോ. സ്വപ്നമൊക്കെ പിന്നെ കാണാം. പാലൊക്കെ കുടിക്കാം. കാശെടുക്ക്, പെട്ടെന്ന് പോണം, സമയമായി. എന്തിനാ കാശ്? ജാതകദോഷം മാറ്റിയതിന്. പാല് കുടിച്ച ഒരു പഴം കഴിക്കണം. പിന്നെ എന്റെ ബാഗ് അപ്പുറത്തെ മുറിയില്ല, അതെടുക്കണം. വൈദ്യുതി ഉറങ്ങിയ എന്തൊക്കെയായി പറയുന്നത്? അതെ, ഞാൻ ഇറങ്ങുകയാണ്. ഇനിയൊരു കല്യാണമൊക്കെ കഴിച്ച് ദീർഘസുമംഗലിയായി 1000 വർഷം ജീവിക്കാം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയ സഹായം ഞാൻ ചെയ്തു. എനിക്ക് കാശിട്ടില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അപ്പനക്ക് കാശിട്ടില്ല, അയാൾ കഴിക്കും.
എന്താ ഇങ്ങനെ? കുട്ടി സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടിരിക്കണേ? കൊള്ളാം. കുട്ടിക്ക് കാര്യമൊന്നും അറിയില്ല അല്ലേ? ഇയാൾക്ക് എന്തോ ജാതകദോഷം ഉണ്ടെന്നും അതുകൊണ്ട് ഒരു താലി കെട്ടി അയക്കണമെന്നും പറഞ്ഞ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാനൊരു പാവന്റെ ആള്, അല്ലാതെ വൈദ്യ ശിരോമണിയൊന്നും അല്ല. ചടങ്ങ് ഗംഗേമമായിരുന്നു. ഇതുപോലെ കല്യാണം എന്റെ ജീവിതത്തിൽ ഇതേറെ ഞാൻ കണ്ടിട്ടില്ല. സന്തോഷം സഹിക്കാൻ തിരുവമ്പിള്ളച്ചേട്ടന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. സന്തോഷിക്കട്ടെ, അയാൾ എങ്ങനെ വേണേലും സന്തോഷിക്കട്ടെ, എല്ലാരും സന്തോഷിക്കട്ടെ. ഞാൻ ഭാഗ്യവാനാടോ, സമർത്ഥനായ ഒരു മരുമോൻ എനിക്ക് കിട്ടിയില്ലേ. കണികാരുടെ പ്രവചനം സത്യമായാലും എനിക്കിനി വിഷമമില്ല. എനിക്കിനി സന്തോഷത്തോടെ മരിക്കാം. യോഗ്യനായ ഒരുവന്റെ കയ്യിലേക്കല്ലേ എന്റെ ശിവമോളെ ഞാൻ ഏൽപ്പിച്ചത്. അത് ഞാൻ എന്നൊന്ന് സഹായിക്കാൻ പറ്റൂ? സഹായിക്കുവോ? അല്ലെങ്കിൽ വേണ്ട വേണ്ട, അഭിനയിക്കാവോ? നിങ്ങൾ അഭിനയിക്കണം, എനിക്ക് വേണ്ടി അഭിനയിക്കണം. ഞാൻ കാശ് തരാം, അത് തന്നിട്ട് ഇരട്ടി തരാം. ഒരു പുതിയ അഗ്രിമെന്റ് എനിക്ക് വേണ്ടിയല്ല, അച്ഛന് വേണ്ടി. പരിക്കാനെ കിടക്കുന്ന എന്റെ അച്ഛന് വേണ്ടി. അച്ഛന് ശേഷിച്ച കാലം വരെ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാം, എവിടെ വേണമെങ്കിലും പോകാം. ഒരു വിക്കറ്റ് ഔട്ട്. എനിക്ക് എന്റെ ഇടത് മൂക്ക് എരിഞ്ഞു കയറുന്നു. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് എന്റെ കുടല് തന്നെ എരിഞ്ഞ് കയറുന്നുണ്ട്. ഈ മണവാട്ടിയുടെ ഒരു പവറേ. അയ്യടാ, ഈ മണവാട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്, അകത്ത മണവാളന്റെയും മണവാട്ടിയുടെയും കാര്യമാണ്. പറഞ്ഞ പോലെ അവനെ കാണുന്നില്ലല്ലോ. അവൻ എന്തോ കരുനീക്കം നമുക്കെതിരെ ഒപ്പിക്കുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതാണ് എന്റെ മൂക്ക് എരിഞ്ഞത്. എന്നാ നമുക്കിനി അവന്റെ ബെഡ്റൂമിലേക്ക് കയറാം. നാണമില്ലല്ലോടാ അതിനൊക്കെ. അകത്ത് അനാവശ്യം നോക്കിയതാ. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോയത്. എന്നാൽ എന്തായിരിക്കും സംഭവിച്ചത്? സുകുമാരന്റെ ഐഡിയ ഒക്കെ പൊളിഞ്ഞോ? അതാ ഞാനും ആലോചിക്കുന്നത്. ആ കൊച്ചിന്റെ കാര്യം കഷ്ടമായി പോയി. ഇന്നലെ അവിടെ ഒന്നും നടന്നില്ലേ? അവനൊന്നും പറഞ്ഞില്ലേ മോളെ? അവൻ വല്ല തോന്നിയാസം കാണിച്ചോ മോളെ? അയ്യേ, ഈ അമ്മായിമാർക്ക് എന്താ? പിന്നെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിലെ കാര്യങ്ങള്. ഈ അമ്മായിമാർക്ക് ഒരു നാണവും ഇല്ല.
അല്ല എന്താ രാവിലെ കാപ്പിക്ക്? അയ്യോ ദോശയോ? അദ്ദേഹത്തിന് ദോശ ഇഷ്ടമല്ല. ഇഡ്ലിയോ പുട്ടോ വേണം. 1-2 ഏത്തക്ക പുഴുങ്ങിക്കോളൂ. അമ്മായി 2-4 താറാമുട്ടയും. എന്താ നോക്കി നിക്കുന്നേ? വേഗം ആവട്ടെ അമ്മായി. മണിക്കുട്ടി 2 ചായ എടുക്ക്. ആകെ കുഴപ്പമായില്ലേ മക്കളെ? ആ ചെറുക്കൻ അവർ തമ്മിൽ എന്തൊക്കെയോ ആയി എന്നാ തോന്നുന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത് അപകടം പിടിച്ച പണിയാണെന്ന്. കാല് മാറരുത്, എല്ലാം നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചതാ. അവനവിടെ മണവാളൻ അകത്തടച്ചിരിക്കുക. ഈശ്വര എല്ലാം കുഴപ്പമായി എന്നാ തോന്നണേ. ഒരു കട്ടിങ് എടുക്ക. ഇപ്പൊ വേണ്ട, രാത്രി ആവട്ടെ. അപ്പൊ ആരും കാണാതെ അങ്ങ് തട്ടാം. ആരെ തട്ടാൻ? അവന് അത് തന്നെ തറങ്ങി തട്ടിക്കൊണ്ടാ മതി. ഇല്ല, കത്തിയെടുക്കാൻ പറഞ്ഞോ? എന്നെ അങ്ങ് കുത്തിക്കൊള്ളണ. എന്നെ ജയിലിൽ പറഞ്ഞ് അയച്ചിട്ടാണ് നിനക്ക് അവളെ കല്യാണം കഴിക്കാല്ലേ? എന്റെ ദേവി, ഏത് നേരത്താ എന്റെ മക്കൾക്ക് ഈ ബുദ്ധി തോന്നിച്ചത്? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ബാബാ നീ ചോദിക്കേ. ഞാനോ? നിന്നെ എന്താണ്? എന്താ കയ്യെടുക്ക. ഇതേ ഞങ്ങൾക്കൊരു തെറ്റുപറ്റി. വലിയൊരു ചതിയാ ഞങ്ങൾ നിന്നോട് ചെയ്ത്. അതെ. എന്ത് ചതി? ജയറാമേട്ടൻ എന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ലല്ലോ. ഇത്രയും നല്ലൊരു ഭർത്താവിനെ എനിക്ക് കൊണ്ടുവന്നത് എങ്ങനെയാ ചതിയാവുന്നത്? അയ്യോ അതല്ല, ഇവൻ നീ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. വ്യാജൻ. ഈ ജയറാമേട്ടനൊരു കാര്യം. ഓ, ഞാനിത് എങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? എടാ നിന്നെ എന്താ? ആ കഷായക്കൊട്ടൊക്കെ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്. വേഗം ചെല്ല്, ഇല്ലെങ്കിൽ അമ്പലത്തിൽ നിറയെ വെച്ചും. എന്ത് പൊരുത്തമുള്ള ജോലി. ഞാൻ പിന്നെ എടുത്തോളാം. തിരുമുഖം ഇങ്ങോട്ട് പാടൂ. ഞാൻ ഭാഗ്യവാനാ. അത് കണ്ടില്ലേ, അവർ തമ്മിൽ നല്ല ചേർച്ചയാലേ. അതെ, ഈ ഭൂമി മലയാളത്തിൽ ഇത്രയും ചേർച്ചയുള്ള ഒരു ജോഡിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെ, ഷാരൂഖ് ഖാനും ജൂഹി ചാളയും പോലെ ഉണ്ട്. കണ്ണി തട്ടിയത് ഗണേശന് വൈജയന്തി മാലയും പോലെ ഉണ്ട്. മാലയും വളയൊന്നും അല്ല. തൈലത്തിന്റെ പരുവം തെറ്റണ്ട. പൊന്നെടുക്കുന്നിടത്ത് കുരങ്ങന്മാർക്ക് എന്താ കാര്യം? അച്ഛന് അവര് പറയട്ടോ, എന്റെ മോക്ക് വന്ന ഭാഗ്യത്തിൽ അവര് സന്തോഷിക്കല്ലേ. ഒന്ന് നിൽക്കൂ. സ്വയംവരം ദേവിയുടെ അമ്പലമാണത്. ശ്രീപാർവതി ശിവഭഗവാനെ വരിച്ചത് ഇവിടെ വെച്ചാണെന്ന് ഐതിഹ്യം. ഈ ഗ്രാമത്തിലെ ഏത് പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞാലും ഇവിടെ വന്ന് താമരപ്പൂ കൊണ്ട് മാല കെട്ടി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചാർത്തണം. ദേവി അപ്പോഴേ അവരെ വധുവരന്മാരായി അംഗീകരിക്കൂ. നമ്മളിപ്പോ ഇവിടെ വന്നത് അതിനു വേണ്ടിയാ. പക്ഷേ അത് ഞാൻ മനഃപൂർവ്വം കുട്ടിയെ ചതിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. വിഷമം? ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് വിഷമമുണ്ടെന്ന് പറയുമ്പോ കഴിഞ്ഞല്ലോ. ഞാൻ പറയുന്നത് കേൾക്ക്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാം വേണമെങ്കിൽ ഞാൻ തുറന്നു പറയാം. എന്ത് ശിക്ഷയും ഞാൻ ഏറ്റോളാം. എനിക്ക് വേണ്ടി ആരും ശിക്ഷ ഏൽക്കണ്ട. എന്റെ വിധിയാന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. പക്ഷെ ദേവിയോട് കള്ളത്തരം കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛനോട് തിരുവനന്തപുരം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് പോകാം. എന്റെ ദേവി നല്ല വഴി കാട്ടിത്തരണേ. വരട്ടെ വരട്ടെ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. തിരുമംഗലത്താലി ചാർത്തണ്ടേ? ഞങ്ങൾ നിങ്ങളുടെ കല്യാണം അംഗീകരിക്കണമെങ്കിൽ ഈ താമര പൂത്താലി ദേവിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ പരസ്പരം ചാർത്തണം. ഇതങ്ങോട്ട് പിടിച്ചേ. ഇതങ്ങോട്ടിട്ടേ. വളരെ കഷ്ടപ്പെട്ട് ഇത് പറിച്ചെടുത്തത്. അതിന് വേറെ ചെയ്യണം.
എന്റെ ദേവി എന്നെ ശപിക്കരുത്. എനിക്ക് ശക്തി തരണേ.